സത്യം പറഞ്ഞാൽ ഒരു പുരുഷൻ രക്ഷിക്കപ്പെടുമ്പോൾ അവൻ്റെ പിന്നിൽ ഒരുപാട് സ്ത്രീകളും രക്ഷിക്കപ്പെടുന്നുണ്ട്. ഒരു പുരുഷന് ഒരു പ്രശ്നത്തിലകപ്പെടുമ്പോൾ അവൻ്റെ അമ്മ, അവൻ്റെ പെങ്ങള്, അവൻ്റെ ഭാര്യ, അവൻ്റെ പെൺകുട്ടി, മക്കൾ, അവരെല്ലാവരും അഫക്റ്റ് ചെയ്യപ്പെടുകയാണ്. തീർച്ചയായിട്ടും. അപ്പോൾ ഒരു പുരുഷൻ രക്ഷപ്പെടുമ്പോൾ നമ്മൾ മൊത്തത്തിൽ ഒരുപാട് പേര്, ഒരു പുരുഷനോടൊപ്പം രക്ഷിക്കുന്നത് ഒരുപാട് സ്ത്രീകളെയാണ്. അതാണ് അതാരും മനസ്സിലാക്കുന്നത്. അത് മനസ്സിലാക്കുന്നത്. എപ്പോഴും നമ്മൾ പുരുഷന്മാർക്ക് വേണ്ടിയിട്ട് മുറവിളി കൂട്ടുന്നല്ല. നമ്മൾ രക്ഷിക്കുന്നത്, ശരിക്കും രക്ഷിക്കുന്നത് പുരുഷന്മാരെ അല്ല, സ്ത്രീകളെയാണ്. അതെ. അപ്പോൾ ഇപ്പോൾ ഈ മെൻസ് കമ്മീഷൻ എന്ന് പറയുന്നൊരു കാര്യം ഇപ്പോൾ നമ്മുടെ നാട്ടിലേക്ക് മസ്റ്റാണ്. വനിതാ കമ്മീഷനുണ്ട്, ബാക്കി എല്ലാത്തിനും ചോദിക്കാനും പറയാനും ആളുകളുണ്ട്. പുരുഷന്മാർക്ക് ചോദിക്കാനും പറയാനും ആരുമില്ല. അപ്പോൾ ശരിക്കും അത്തരത്തിലൊരു ആശയത്തിൻ്റെ പിന്നിൽ എന്തൊക്കെയായിരുന്നു അതിനുള്ള ഒരു... അല്ല, അത് ഈ ആരാൻ്റെ അമ്മയ്ക്ക് ഭ്രാന്ത് വന്നാൽ കാണാൻ നല്ല സുഖമാണ്, സ്വന്തം അമ്മയ്ക്ക് വരുമ്പം അതിൻ്റെ ഒരു ബുദ്ധിമുട്ട്. അങ്ങനെ അനുഭവിച്ച ആളാണ് ഞാൻ. ഇതുവരെ മുമ്പ് മറ്റുള്ളവരുടെ പീഡന കേസുകളും അല്ലെങ്കിലൊക്കെ വരുമ്പോൾ നമ്മളൊക്കെ പലതും വിശ്വസിച്ചിട്ടുണ്ട്. പലരും പറയും അത് വ്യാജ പരാതിയാണ്, വ്യാജ കേസാണെന്നൊക്കെ. അപ്പം നമ്മൾ ജീവിതത്തിൽ അങ്ങനത്തെ ഒരു വ്യാജ പരാതി വരുമ്പോൾ അതെങ്ങനെ നേരിടാം എന്ന് ഞാൻ എൻ്റെ ലൈഫ് കൊണ്ട് തെളിയിച്ച ആളാണ്. നമ്മൾ അതിലൊന്നും അകപ്പെടാതെ എങ്ങനെ രക്ഷപ്പെടാം. കാരണം എന്താ വെച്ചാൽ വ്യാജമാണ് പരാതി നമുക്ക് ഉറപ്പുണ്ടെങ്കിൽ നമുക്ക് നിയമം കൂടെ ഉണ്ടാവും. അത് വളരെ ശക്തമായൊരു പരിരക്ഷ നിയമം നമുക്ക് തരും. അപ്പോൾ ആ പരിരക്ഷ ഉപയോഗിച്ചിട്ട് ഇന്നത്തെ ഒരു സിനാരിയോയിൽ ഒരു വ്യാജ പരാതിയിൽ നിന്ന് നമുക്ക് തീർച്ചയായിട്ടും രക്ഷപ്പെടാൻ പറ്റും.